പൂരം കഴിഞ്ഞ് 5 മാസം പിന്നിട്ടിട്ടും ADGP നടത്തിയ മടത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും കേരളത്തിൽ ഇപ്പോഴും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും തൃശ്ശൂർ പൂരം കേരളത്തിൻ്റെ ഒരു വലിയ അടയാളമായി തീർന്നിരിക്കുകയാണ്. പൂരത്തിന് 6 ദിവസം മുൻപ് ADGP അടക്കം 4 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തൃശ്ശൂർ പോലീസ് അക്കാദമിയിൽ രഹസ്യയോഗം ചേർന്നെന്ന് ഇൻ്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന് പൂരം കലക്കലുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഇൻ്റലിജൻസ് വിഭാഗം സർക്കാരിന് ശുപാർശയും നൽകിയിരിക്കുകയാണ്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ADGP MR അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ശുപാർശ വന്നിരിക്കുന്നത്. ADGPയെ കൂടാതെ IG, DIG, കമ്മീഷണർ എന്നിവരാണ് യോഗം ചേർന്നത്. പൂരവും പ്രധാനമന്ത്രിയുടെ വരവും കണക്കിലെടുത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം 5 മണിക്കൂർ വൈകിപ്പിച്ചാണ് ഇവർ 8 മണിക്കൂറോളം രഹസ്യയോഗം ചേർന്നത്. ഇതിലാണ് കമ്മീഷണർ തയ്യാറാക്കിയ സുരക്ഷാ സ്കീം തള്ളിക്കളഞ്ഞ് ADGP മാറ്റത്തിന് നിർദ്ദേശിച്ചത്. ഏപ്രിൽ 13 ഉച്ചയ്ക്ക് 2-നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തൃശ്ശൂർ നഗരത്തിൽ ഉണ്ടായിരുന്ന ഇവർ രാവിലെ 10:30-ഓടെ 8 കിലോമീറ്റർ അകലെയുള്ള പോലീസ് അക്കാദമിയിലെത്തി ഡയറക്ടറുടെ ചുമതലയുള്ള DIGയുടെ മുറിയിൽ രഹസ്യയോഗം ചേർന്നു. അന്നത്തെ കമ്മീഷണർ അങ്കിത് അശോകൻ പൂരത്തിലെ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കാനുള്ള സ്കീം അവതരിപ്പിച്ചു. എന്നാൽ താൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ മതിയെന്ന് ADGP അജിത് കുമാർ നിർദ്ദേശിച്ചു. ജനങ്ങളെ നിയന്ത്രിക്കാൻ കൂടുതൽ ബാരിക്കേഡുകൾ നിരത്തിയതും വെടിക്കെട്ട് വൈകിപ്പിച്ചതും ആനകൾക്ക് തീറ്റ കൊടുക്കുന്നത് തടഞ്ഞതുമടക്കം വീഴ്ചകൾ ഇതുമൂലമുണ്ടായതെന്നാണ് ആക്ഷേപം. വർഷങ്ങളായി പൂരം നടത്തി പരിചയമുള്ള DYSP റാങ്കിലെ ഉദ്യോഗസ്ഥർ ക്രമീകരണങ്ങളിൽ അതൃപ്തി അറിയിച്ചപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണെന്നായിരുന്നു കമ്മീഷണറുടെ മറുപടി. പൂര ദിവസം താൻ അവധിയിലായിരുന്നെന്നാണ് ADGP അജിത് കുമാറിൻ്റെ വാദം. എന്നാൽ 3 ദിവസം മുൻപേ പോലീസ് അക്കാദമിയിലെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു. പൂര ദിവസം പുലർച്ചെ 1 മണിവരെ അദ്ദേഹം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ശേഷം മൊബൈൽ ഓഫായി. പിറ്റേന്ന് മൂകാംബികയിലേക്ക് പോയി. ADGP സ്ഥലത്തുണ്ടെങ്കിൽ കമ്മീഷണറേക്കാൾ ചുമതല അദ്ദേഹത്തിനാണ്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ADGP ഇടപെട്ടില്ലെന്നതും ചട്ടലംഘനമാണ്. ADGP അവധിയിലായിരുന്നെങ്കിൽ പകരം മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥനെ DGP ചുമതലപ്പെടുത്തുമായിരുന്നു. കമ്മീഷണറുടെ പരിചയക്കുറവും ജനങ്ങളെ അനുനയിപ്പിക്കാതിരുന്നതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന ADGPയുടെ റിപ്പോർട്ടിന് വിരുദ്ധമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്തായാലും പൂരം കലക്കലുമായിട്ട് പൂരത്തിനു മുമ്പ് 4 പോലീസ് ഉന്നതരുടെ രഹസ്യയോഗം ചേർന്നത് അതിൽ ബന്ധമുണ്ടോ? അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.